السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه الفائزين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷഹ്റുൽ മുവാസ, സഹായങ്ങൾ അർപ്പിക്കേണ്ട മാസമാണോ? നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മളോട് ചുറ്റിപ്പറ്റി നമ്മുടെ കുടുംബത്തിലും അയൽവശത്തുമായി അങ്ങനെ ഒരുപാട് ആളുകൾ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടാകും. അവരൊക്കെ സഹായിക്കേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ മാസം. പട്ടിണി പാവങ്ങളെ ഓർമ്മിക്കുക എന്ന ഒരു രഹസ്യം കൂടി ഈ നോമ്പിനെ ഫർദാക്കിയതിലുണ്ട്. 12 മണിക്കൂറോളം സമയം ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ നോമ്പനുഷ്ഠിക്കുമ്പോൾ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. അവരെ ഓർമ്മിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ്. എത്രയെത്ര പാവങ്ങളാണ് ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലും മതി, വളരെ സന്തോഷവരായിരിക്കും അവർ. ഫലസ്തീനിലെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ? ശരിക്കൊന്ന് അന്തി ഉറങ്ങാൻ വീടുകളില്ല, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ അന്നമില്ല, വെള്ളമില്ല. ഈ അവസ്ഥ ദുരിതത്തിലാണ് അവർ സഹോദരങ്ങൾ. നമ്മളെപ്പോലെയുള്ള ജീവനുകളാണുള്ളവരെല്ലാം, മനുഷ്യരാണല്ലോ അവരെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ വലിപ്പം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. നമുക്ക് യഥേഷ്ടം ഭക്ഷണം കഴിക്കാനുണ്ട്, വെള്ളം കുടിക്കാനുണ്ട്, അതിനുള്ള ആഫിയത്തുണ്ട്. ഇങ്ങനെ എല്ലാ നിഅമത്തുകളും റബ്ബ് നമുക്ക് ചൊരിഞ്ഞു തന്നിട്ട് ആ പാവപ്പെട്ട ആളുകളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ആ നിഅമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നമ്മൾ ആ നിഅമത്തിനെ ശുക്ർ രേഖപ്പെടുത്തിയവരായിട്ട് പറയാൻ കഴിയുക? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഓരോരുത്തരുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് പാവങ്ങളെ സഹായിക്കണം, അക്ഷരരെ കൈ ചേർത്ത് പിടിക്കണം, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരെ അവരെ ചികിത്സക്കുള്ള സഹായം നൽകണം. ഇങ്ങനെ പല ദൗത്യങ്ങളും നമുക്കുണ്ട്. നമ്മളൊരു നഫ്സ് മാത്രമല്ല, നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മുടെ പരിസരങ്ങളിലെ അവസ്ഥകളൊക്കെ നമ്മൾ അറിയണം, നമ്മളതിന് പരിഹാരം കണ്ടെത്തണം, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നവരെ സഹായിക്കണം. ഇതൊക്കെയാണ് ഈ മാസം നൽകുന്ന സന്ദേശം. മയ്യസ്സറ അലാ മുഅ്സിരിൻ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ എളുപ്പമാക്കിയാൽ, അവൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി യൗമൽ ഖിയാമ, അവൻ്റെ മേൽ അല്ലാഹു തആല അവൻ്റെ പ്രയാസങ്ങളൊക്കെ ഖിയാമത്തിനാൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അതിനത് സംബന്ധിയായ ഒരുപാട് ഹദീസുകളുണ്ട്. സമയം തികയ്ക്കുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇപ്പം ഏതായാലും ഈ മാസം സാന്ത്വനത്തിൻ്റെ മാസമാണ്. സാന്ത്വനത്തിൻ്റെ ഭാഗമായി റമദാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നവരുണ്ട്, അതിലേക്ക് സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇനി അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോമ്പുകാരെ തുറപ്പിക്കുക എന്നുള്ളത്. നോമ്പുകാരനെ തുറപ്പിക്കുക അതൊരു ഈ മാസത്തിൽ പുണ്യമായ ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ ഫത്തറ ഫീഹി സായിമ, ഈ റമദാൻ മാസത്തിൽ ഒരാളെ നോമ്പുകാരൻ ഒരാൾ തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബി, അതുകൊണ്ട് തന്നെ അവൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. വഇത്ഖ റഖബതിഹി മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് മോചിതനാക്കും. വകാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പുകാരൻ്റെ കൂലി പോലോത്തത് ഇവനുക്കും ലഭിക്കും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈ, അവനെപ്പോലുള്ളൊരു കൂലി ഇവനക്ക് കിട്ടുന്നത് കൊണ്ട് അവൻ്റെ കൂലിക്കൊരു കുറവും പറ്റുകയും ഇല്ല. വേറൊരുത്തൻ്റെ അടുത്ത് നിന്ന് നോമ്പ് വന്നിച്ചിട്ട് അവന് നോമ്പ് പറ്റ കൂലി അവനക്ക് കിട്ടും. അതിൻ്റെ പുറത്ത് നോമ്പ് പറപ്പിച്ചവന് അവന് കിട്ടുന്ന, ആ പറക്കുന്നവന് കിട്ടുന്ന കൂലി പോലോത്തത് ഇവൻ്റെ അക്കൗണ്ടിലേക്കും രേഖപ്പെടുത്തപ്പെടും. ഇങ്ങനെ 3 ഫായിദകളാണ് നോമ്പുകാരനെ തുറപ്പിച്ചാൽ ലഭിക്കാൻ പോകുന്നത്. ദോഷങ്ങൾ പൊറുക്കപ്പെടുക, നരകമോചിതനാകുക, നോമ്പുകാരൻ്റെ പ്രതിഫലം പോലോത്തത് ഇവനക്ക് ലഭിക്കുക എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് പറയാണ്, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ കുല്ലുനാ യജിദുമാ യുഫത്തിറു സായിം, നിങ്ങൾ പട്ടിണി പാവങ്ങളാണ് അള്ളാഹിൻ്റെ റസൂലെ, നോമ്പുകാരെ പറപ്പിക്കാനുള്ളതും ഞങ്ങളെത്ത് അതിനുള്ള വകയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, യുഅ്തില്ലാഹു തആല ഹാദ സവാബ്, അള്ളാഹു തആല ഈ പ്രതിഫലമൊക്കെ നൽകും. മൻ ഫത്തറ സായിമൻ അലാ മദഖത്തി ലബൻ ഔ തംറത്തിൻ ഔ ശർബത്തി മാ, ഒരു മുറുക്ക് പാലിൻ്റെ മേലിലോ അല്ലെങ്കിൽ ഒരു കാരക്കൻ്റെ മേലിലോ അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളത്തിൻ്റെ മേലിലോ ഒരാൾ നോമ്പുകാരനെ പറപ്പിച്ചാലും ഈ കൂലിയൊക്കെ അള്ളാഹു തആല അവനക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നോമ്പുകാരെ തുറപ്പിക്കുക, അതൊരു കാരക്ക കൊടുത്തിട്ടാണ്, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ടാണ് നോമ്പ് പറപ്പിച്ചത്, എന്നാലും ഈ പ്രതിഫലമൊക്കെ അവർക്ക് ലഭിക്കും. അതിലൊരു കാരക്ക ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് നോമ്പറക്കാൻ വിളിച്ചിങ്ങാണ്ട് ഒരു കാരക്കയും കൊടുത്തുങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം പിന്നെ കൊടുത്ത് വെള്ളം കൊടുത്ത് നോമ്പ് അർപ്പിച്ചുകൊണ്ട് പിന്നെ അവരെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്നൊരു മാർഗ്ഗമാണ്, നമുക്ക് ഈത്തപ്പഴം വാങ്ങിയിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ അടുത്ത പള്ളിയിൽ അവിടെ നോമ്പ് തുറക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക, അടുത്ത വീടുകളിലേക്ക് കൊടുക്കുക, കുടുംബത്തിലേക്ക് കൊടുക്കുക. അത് കുറച്ച് ഈത്തപ്പഴം വാങ്ങി അതിന് എത്ര കാശൊന്നും ആവില്ല. കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ട് നോമ്പ് തുറക്കണം, നിങ്ങളിതുകൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്തേക്കും അങ്ങനെ പള്ളിയിൽ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഒക്കെ എത്തിച്ചു കൊടുത്താൽ അവരൊക്കെ അതുകൊണ്ട് നോമ്പ് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ബഹുമാനങ്ങളൊക്കെ ഈ ഫായിദകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് കുറച്ച് ആളുകളെ നമ്മൾ നോമ്പ് തുറപ്പിക്കുക. നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് കുറച്ച് ആളുകൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ പുതിയാപ്പളാരെ ഒക്കെ ആരെങ്കിലുമൊക്കെ നോമ്പ് പറപ്പിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വേറെ ആരെങ്കിലും ഉസ്താദന്മാരൊക്കെ പങ്കെടുപ്പിച്ച് പറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഉമൻ അശ്ബഅ സായിമൻ സഖാഹുല്ലാഹു തആല മിൻ ഹൗളി ശർബത്തൻ ലാ യദ്മഉ ബഅദഹാ ഹത്താ യദ്ഖുലൽ ജന്ന. ഒരു നോമ്പുകാരനക്ക് വിശപ്പടക്കോളം വിശപ്പ് തീരുന്നത് വരെ ഭക്ഷണം നൽകി
വെറും ഈത്തപ്പഴം മാത്രമല്ല കൊടുത്തത്, അതിന് ശേഷം അവർക്ക് ഭക്ഷണവും നൽകി. എന്നാൽ അള്ളാഹു താല അവനക്ക് കുടിപ്പിക്കും, എൻ്റെ ഹൗദിൽ നിന്ന് കുടിപ്പിക്കും. ലാ യദ്മഉ അതിന് ശേഷം അവനക്കൊരു ദാഹം ഉണ്ടാവില്ല. ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്ത് കടക്കോളം പിന്നെ അവനക്ക് ദാഹിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നോമ്പുകാരനക്ക് അവൻ്റെ വിശപ്പടങ്ങോളം ഭക്ഷണം നൽകിയാൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. സ്വർഗത്ത് കടക്കോളം പിന്നെ ദാഹമില്ല. അത് സ്വർഗത്ത് കടന്നാൽ പിന്നെ ദാഹമില്ലെങ്കിൽ പിന്നെ വേറുള്ളത് മറ്റെന്തെല്ലാം സ്വർഗത്തിലുണ്ട്, എന്തെല്ലാം പാനീയങ്ങളുണ്ട്, അതൊക്കെ കുടിക്കണ്ടേ. അപ്പം അതിന് ദാഹം വേണം. അപ്പം അതുവരെ ദാഹം ഉണ്ടാവില്ല ഹൗദുൽ കൗസറിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ. അപ്പം അതിന് ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് കുറച്ച് ആളുകളൊക്കെ ഈ നിലക്ക് ഭക്ഷണം കൊടുത്ത്, വെറും ഈത്തപ്പഴം മാത്രമല്ല, ഈത്തപ്പഴം കൊടുക്കുന്നത് അങ്ങനെ ആ രൂപത്തിൽ, പിന്നെ അതിന് ശേഷം പിന്നെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ പുതിയാപ്പിളാരെ പറപ്പിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അവധിയങ്ങളാണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് കുറിച്ച് കുറച്ച് ആളുകളൊക്കെ നോമ്പ് തുറപ്പിച്ചാൽ അതിനും ഈ വക മഹത്വങ്ങളൊക്കെ നമുക്ക് നേടാൻ കഴിയും. എത്ര വലിയ ഫായിദകളാണ് നാളെ ആഖിറത്തിലേക്കുള്ള ഫായിദയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതൊക്കെ ലഭിച്ചാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എങ്ങനെയാണ് നമ്മൾ എത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രംഗങ്ങളാണ്. അവിടെ വെച്ചൊക്കെ നമുക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ പറ്റുക എന്നുവെച്ചാൽ വലിയ ഭാഗ്യമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ ഇത് കാരണമായിട്ട് പൊറുക്കപ്പെടുകയാണ്, നരകമോചിതനാകുകയാണ്. പിന്നെ നോമ്പുകാരുടെ കൂലി അവർക്ക് ലഭിക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് തുറപ്പിക്കുന്നവരെന്ത് ചെയ്യണം? അവർക്ക് സ്വയം കൂലുള്ള ആളുകളായിരിക്കണം. ഏതെങ്കിലും ആൾക്കാർ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആയാൽ അവർ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ മാറി നിന്ന് അവരുടെ നോമ്പൊക്കെ കൂലി കിട്ടുന്ന നോമ്പായിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? തിരഞ്ഞു പിടിച്ചിട്ട് അവരുടെ അക്കൗണ്ടൊക്കെ നോമ്പ് തുറപ്പിക്കുക, അവരെ നോമ്പ് തുറക്കാൻ വേണ്ടി ക്ഷണിക്കുക, നോമ്പ് തുറക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രതിഫലം ആ നോമ്പുകാരന് പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രതിഫലമൊക്കെ അതുപോലത്തെ ഒരു പ്രതിഫലം ഈ തുറപ്പിക്കുന്ന ആൾക്കും ലഭിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പലരും പല സംഘടനയുടെ കീഴിലായിട്ടും പല കൂട്ടായ്മയുടെ കീഴിലായിട്ടൊക്കെ റമദാൻ കിറ്റുകളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. റമദാൻ ആദ്യഘട്ടത്തിലൊക്കെ അതിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ, അതുപോലെ തന്നെ അത്താഴം കഴിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ കിറ്റുകളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ പുണ്യകരമായ കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കർമ്മങ്ങളൊക്കെ ഏർപ്പെട്ട ആളുകൾക്ക് അതിനോട് സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത്തരം പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. ഖൈറാത്തുകൾ കൂടുതൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ നരകമോചിതരാക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനെ എൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് എളിമയൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത് എളിമയൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഫലസ്തീൻ ജനതയുടെ അവസ്ഥ എനിക്കറിയാമല്ലോ റബ്ബേ. അവർക്ക് നീ സഹായം എത്തിക്കണേ അല്ലാഹ്. അവർക്ക് നീ സഹായം എത്തിക്കണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ
മാതാപിതാക്കൾ, സഹോദര സഹോദരന്മാർ, മറ്റ് ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും ബർസഖിലും സന്തോഷത്തിലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.